അത്ഭുതങ്ങൾ നടന്നു തുടങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. വലിയ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനകളും ഈ പകലിൽ വെളിപ്പെടുവാൻ തക്കൊണ്ട് ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. സകല മഹത്വവും കർത്താവിന് നേരുകയാണ്. ഈ പകലിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 10 ദിവസങ്ങളോളം നമ്മൾ കടന്നു പോകുമ്പോൾ വരുന്ന മാർച്ച് മാസം 22 വരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിത്തീരുവാൻ സ്വർഗം കൃപ ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നവരായി മാറണം. യേശു പറഞ്ഞ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? പ്രാർത്ഥിക്കണം. മടുപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ചില കാര്യങ്ങളിൽ നമ്മൾ മടുപ്പുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ചിന്തയ്ക്കകത്ത് വരും, എന്തേ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും, പിതാക്കന്മാർ ചെയ്ത അകൃത്യമാണോ? ഇങ്ങനെയുള്ള 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഇവിടെയെല്ലാം ജയിക്കാൻ പറ്റിയ ഒന്നുണ്ട്, ക്രിസ്തുവിലുള്ള വിശ്വാസം. വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കാണുന്നവനാണ്. വിശ്വാസിയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിനാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കാണുന്നവനാണ്. എങ്ങനെ കാണാൻ പറ്റും? യേശു കർത്താവ് ഒരു വഴിയായി നടന്നു വരുമ്പോൾ അന്ധനായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. ഏക മർമ്മം അതിനകത്ത് നിൽക്കുന്നു. അവനറിയാം ഈ യേശു കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ പറ്റും. ഇന്ന് ഈ സഭാഹോളിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിന് സകലവും ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ചില വാതിലുകളെ ദൈവം തുറന്നു കഴിഞ്ഞിരിക്കും. ഈ മനുഷ്യന്റെ അകത്തൊരൊറ്റ ചിന്തയെ വന്നുള്ളൂ, ഈ യേശു ഈ വഴി നടന്നു വരുന്നുണ്ടെന്നറിഞ്ഞു. യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. യേശുവിൽ നിന്നുള്ള നന്മ അനുഭവിച്ചിട്ടില്ല, നന്മ അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ഈ വഴിയിൽ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല, ഇന്ന് ലഭിക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നതല്ല, അത് അനുഭവിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കർത്താവിൻ്റെ മഹത്വത്തിലേക്ക്, കർത്താവിൻ്റെ കൃപയിലേക്ക്, കർത്താവിലേക്ക് ഒരുവൻ വരുമ്പോൾ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തിനകത്ത് അവനൊരു അത്ഭുതത്തെ കാണണം. യേശുവിൽ ഒരു അത്ഭുതത്തെ കാണുന്നവൻ, യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു കാര്യം അവനറിയാം, ഇവന്റെ വിഷയം ഇന്ന് മാറുന്ന പകലാ. യേശു അരികിൽ വന്ന അന്നേരം തന്നെ അവന് മനസ്സിലായി, ഇന്ന് എൻ്റെ വിടുതലിൻ്റെ പകലാ. ഇന്ന് ജീവിതത്തിനകത്തൊരു അത്ഭുത വാതിൽ തുറക്കുന്ന, ഞാൻ കാണാത്ത ചിലത് കാണാൻ തുടങ്ങും, ഞാൻ കേൾക്കാത്ത ചിലത് കേൾക്കാൻ തുടങ്ങും. കാരണം കർത്താവിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്തോണം. ഞാൻ ഇന്ന് കർത്താവിനെ കണ്ടു നിൽക്കുകയാ. ഇന്ന് അവൻ മടങ്ങി പോകുന്നതിന് മുമ്പ് എൻ്റെ മേൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഓ ഹല്ലേലൂയ.
യേശു അവിടെ നിന്നിട്ട് അവനോട് ചോദിച്ചു ഒരൊറ്റ ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ ഒരൊറ്റ വാക്കിനകത്ത് പറഞ്ഞു, എന്റെ കണ്ണിനെ തുറക്കണം. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയാം, നിന്റെ വിഷയങ്ങളെ തീർക്കുവാൻ അറിയുന്നവൻ അത് മനുഷ്യനല്ല, അത് സൃഷ്ടാവായവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിനെ എങ്ങനെ നിങ്ങളുടെ അകത്ത് കാണുന്നുവോ, യേശുവിനെ എങ്ങനെ വിശ്വസിക്കുന്നുവോ, യേശുവിനെ ദൈവത്തെ എങ്ങനെ കാണേണ്ട പോലെ കാണുന്നുവോ, അത് വിശ്വാസത്താൽ കാണുമ്പോൾ അത്ഭുതത്തിന്റെ വാതിലുകളെ ദൈവം തമ്പുരാൻ തുറന്നു കഴിയും. അതുകൊണ്ടാണ് വിശ്വാസിയെ കൊണ്ട് നിർത്തുമ്പോൾ ആരോടാ കണക്ട് ചെയ്യുന്നേ? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? ഒരു വിശ്വാസി നിങ്ങളെക്കുറിച്ച് പറയുന്നത്, ഞാൻ ആദ്യമേ പറയും, നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നാ? വിശ്വാസി എന്നാ പറയുന്നേ. പിന്നെ ഇപ്പൊ അതങ്ങ് മാറി പെന്തിക്കോസ്തുകാരെന്ന് പറയും. പെന്തിക്കോസ്തി നാളിൽ കൂടി വന്നവർ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്നാന്നറിയോ? പെന്തിക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആത്മാവുള്ളവൻ എന്ന് വേണം എഴുതി വെക്കാം. പെന്തിക്കോസ്തി നാളിൽ ആത്മാവിനെ പ്രാപിച്ചവർ, പത്രോസ് വിളിച്ചു പറഞ്ഞു, സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ അടയാളമാണ് ഞങ്ങളുടെ മേൽ അത് പകരപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവ് ചുമ്മാ പകർന്നതല്ല, ആത്മാവ് അത്ഭുതം ചെയ്യുന്നത്, ആത്മാവില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത്. ആത്മാവിനെ മൂവിക്ക് തുടങ്ങിയാൽ, ആത്മാവിന്റെ ചലനം നിന്റെ ഭവനത്തിനകത്ത് തുടങ്ങിയാൽ അത് അത്ഭുതമായി മാറുമെങ്കിൽ, ഇന്ന് പകൽ നീ വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടും. ആമേൻ. നമ്പർ 1, വിശ്വാസത്തിനകത്ത് ഉറയ്ക്കണം. അപ്പൊ ആത്മാവിന് ചലനം വരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറയ്ക്കണം. വിശ്വാസത്തിൽ ഉറച്ചാൽ ആത്മാവ് ചലിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് വിശ്വസിക്കാൻ റെഡിയായിരിക്കും അവസ്ഥകൾ അങ്ങ് മാറുമെന്ന്. ഇന്ന് വിശ്വസിക്കാൻ റെഡിയായിട്ടുള്ള പുതുവഴികൾ തുറക്കുമെന്ന്. ആമേൻ. ആത്മാവിനകത്ത് തിരിച്ചു പറയാൻ പറ്റുമോ? ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ചില വാതിലുകൾ ഇന്ന് പകലിൽ തുറക്കുമെന്ന് വിശ്വസിക്കാൻ റെഡിയാകണം. ആമേൻ. ആത്മാവ് മൂവ് ചെയ്യണമെങ്കിൽ, ആത്മാവ് ചലനമുണ്ടാകണമെങ്കിൽ, ആത്മാവ് ചലിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെടണമെങ്കിൽ നമ്പർ 1 വിശ്വാസം അകത്തു വരണം. യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന മലയോട് പോയി കടലിൽ പോകാൻ പറഞ്ഞാൽ സംഭവിക്കില്ലെന്നോ? സംഭവിക്കും. അപ്പൊ ആദ്യം വന്ന എന്നതാ? വിശ്വാസം അകത്തു വന്നവരോട് പറയുക, ഈ നിൽക്കുന്ന മലയോട് പോയി കടലിൽ പോവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ പോകും എന്ന് പറയണമെങ്കിൽ ആദ്യം എൻ്റെ അകത്ത് എന്ത് വേണം? വിശ്വാസം കയറിയാൽ രണ്ടാമത്തെ ചലനം ആത്മാവിനകത്തുണ്ടാവും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമീൻ. വിശ്വാസത്തിനകത്ത് അത്ഭുതത്തെ കണ്ടു തുടങ്ങണം. വിശ്വാസത്തിനകത്ത് വിടുതലിനെ കണ്ടു തുടങ്ങണം. വിശ്വാസത്തിനകത്ത് ഭാവിയെ കണ്ടു തുടങ്ങണം. വിശ്വാസത്തിനകത്ത് ഒരുത്തൻ നിന്നാൽ അവന് വേണ്ടി ദൈവം തമ്പുരാൻ ദർശനങ്ങളെ കൊണ്ടുതരും. ആമീൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസത്തിൽ ഒരുത്തൻ ഉറയ്ക്കാൻ തുടങ്ങിയാൽ അവന്റെ റൂട്ടുകൾ മുഴുവൻ റൂട്ട് മാപ്പ് പോലെ വെളിപ്പെടാൻ തുടങ്ങും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പം വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ മണ്ഡലം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസത്തിൽ ഉറച്ചാൽ, ചില പറയും ഞാൻ അങ്ങോട്ട് കയറി പറയാം ഇപ്പം സംഭവിക്കാം. ഒന്നും സംഭവിക്കത്തില്ല. എത്ര നാളായിട്ട് കേട്ടോണ്ടിരിക്കല്ലേ, ഇപ്പം നിന്റെ വീട് വിടുവിക്കും. ഒന്നും നടന്നിട്ടില്ല. എത്ര നാളായിട്ട്, എത്ര വർഷമായിട്ട് കേൾക്കുക. വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുക. പക്ഷേ അടിസ്ഥാനം എവിടെ വരണം? വിശ്വാസത്തിൽ വരണം. വിശ്വാസത്തിൽ വന്നവൻ ആരിലേക്ക് വരുന്നു? നിങ്ങൾ സ്നാനപ്പെട്ടത് എങ്ങനാ? വിശ്വാസത്താലാണോ? യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടു. എങ്ങനെ ഏറ്റെടുത്തേ? നിങ്ങൾ ആദ്യം ഒന്ന് അടിസ്ഥാനം ഇട്ടു പോയാൽ ഇത് പെട്ടെന്ന് നിങ്ങളുടെ അകത്ത് കയറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അടിസ്ഥാനം ഇവിടെ യേശുവിൻ്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടു. അടുത്തത് യേശുവിൻ്റെ ഉയർപ്പിനോട് ഞാൻ അനുരൂപപ്പെട്ടു. ഇനിയും നടത്തുന്നത് ആരുടെ ആത്മാവിനാലാ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പൗലോസ് വിളിച്ചു പറയുക, അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നത് എങ്ങനാ?
വിശ്വാസത്താലാ. വിശ്വാസാചാര ഇപ്പൊ ഓർത്ത് നോക്കിയേ, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. ഇപ്പൊ സ്നാനപ്പെട്ടവർ രക്ഷിക്കപ്പെടാൻ നടക്കുക. സ്നാനപ്പെട്ടവരെ രക്ഷിപ്പിക്കേണ്ട ഏറ്റവും വലിയ ഗതികേടല്ല ഇപ്പൊ ദൈവസഭ നിൽക്കുന്നേ. അപ്പൊ സ്നാനം എവിടെ തുടങ്ങണം? വിശ്വാസത്തിൽ. ആരിലുള്ള വിശ്വാസത്തിൽ? ക്രിസ്തുവിലുള്ള വിശ്വാസി. 2, കർത്താവിന്റെ വരവിനായി ഞാൻ ഒരുക്കപ്പെടുക. ഇനി നടത്തുന്ന ആരാ? യേശുപ്പ പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയും ലോകത്തിൻ്റെ അടുത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. അപ്പോൾ ഈ ആത്മാവിനെ ഞാൻ പ്രാപിച്ച എന്തിൽ കൂടാ? വിശ്വാസത്തിലാ. ഇന്ന് ഞാനിത് കൊണ്ടുവരുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ആത്മാവിനകത്തൊരു നിയോഗത്തിലൊരു വിശ്വാസം വരുന്നുണ്ടെങ്കിൽ ഇന്ന് സമയങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പേ അത്ഭുതത്തിന്റെ വാതിൽ തുറക്കുമെന്ന് പറയുവാനാ. ആത്മക്കണ്ണിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ചില വിടുതലുകളുടെ സമയം വന്ന് നിൽക്കുകയാ. പക്ഷെ അത് ഇന്ന് റിസീവ് ചെയ്യാൻ, ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽ നിന്റെ മുടങ്ങിക്കിടന്നത് പോലും, നിന്റെ തലമുറയുടെ വിഷയങ്ങൾ പോലും അത്ഭുതമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? തലമുറയുടെ വിഷയങ്ങളുടെ അകത്ത് പോലും ദൈവ സാന്നിധ്യം ഇറങ്ങി ദൈവ പ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ ഇന്ന് പകൽ ആത്മക്കണ്ണിനകത്ത് കണ്ടു. ഇന്ന് പകൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആത്മാവ് ചില അത്ഭുതങ്ങളെ ചെയ്തു തുടങ്ങുന്ന ആത്മാവിനകത്ത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവസന്നിധി നമ്മുടെ നമ്പർ 1 ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ വരണം. വിശ്വാസത്തിന്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞു. എബ്രായ ലേഖനം 12 എടുക്കണ്ട. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയാം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആരെ നോക്കണം? അപ്പോൾ ആരെ നമ്മൾ കൊണ്ടുവരണം മുന്നിൽ? ഈ ഓട്ടക്കളത്തിൽ ഞാൻ ഓടാൻ നിൽക്കുവാണെങ്കിൽ എന്റെ മുന്നിൽ ഓടി ജയിച്ച ഒരു നായകൻ നിൽപ്പുണ്ട്. ഇന്ന് പകൽ അറിയണം, അതിലേത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് കല്ലറകൾ വന്നാലും, ഏത് പാർശ്വങ്ങൾ വന്നാലും, എത്ര ഭാരങ്ങൾ വന്നാലും ജയിച്ച ഒരു കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? കല്ലറകളെ ഭേദിച്ചവനെ ഇന്ന് ഞാൻ പകൽ കാണുകയാ. കല്ലറകളെ ഭേദിച്ചവനെ ഞാൻ ഇന്ന് പകൽ കാണുകയാ. കടലിന്റെ മീതെ നടന്നവരെ ഞാനിന്ന് കാണുകയാ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവരെ ഞാനിന്ന് കാണുകയാ. അവൻ ലാസറിനെ ഉയർപ്പിച്ചവരെ ഞാനിന്ന് കാണുകയാ. ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറ, അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ, ഈ നാവന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഈ മതിൽ ഞാൻ ചാടി. Power the Holy Spirit, power the Holy, power the Holy. എനിക്ക് അതുകൊണ്ട് പറഞ്ഞ ആമേൻ. അതുകൊണ്ട് പൗലോസ് പറയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആത്മാവിന്റെ തീ അകത്ത് കയറിയാൽ, ആത്മാവിന്റെ വഴി തുറന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു വരാം, നിനക്കുള്ള കാക്ക റെഡിയാ. ഇന്ന് പകലിലോ ഇന്ന് പകലിലോ നിനക്കുള്ള വഴി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് വിശ്വാസത്തിന്റെ ചുവട് വെക്കാൻ റെഡിയാകുക. വിശ്വാസത്തിൽ അത്ഭുതത്തെ കാണാൻ റെഡിയാകുക. അത് നിന്റെ ദൈവഭവനത്തിനകത്ത് വെളിപ്പെടാം. അതുകൊണ്ടാ പറഞ്ഞ, മണലിന്മേ പണിത ഒരു ഭവനമുണ്ട്, പാറയുടെ മേൽ അടിസ്ഥാനമിട്ടൊരു ഭവനമുണ്ട്. പാറയുടെ മേൽ അടിസ്ഥാനമിട്ട കാറ്റും കോളും വന്നാൽ നിന്റെ ഭവനം തകർന്നു പോകത്തില്ല. അത് യേശുവിന്റെ അടിസ്ഥാനത്തിൽ. യേശുവിന്റെ നാമത്തിന് അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവസഭ അടുത്ത തലത്തിലേക്ക് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ നന്മ, തലമുറകളുടെ നന്മ വെളിപ്പെടട്ടെ. നിന്റെ ഭവനത്തിലെ ശൂന്യത മാറിപ്പോട്ടെ. ഈ തലമുറകളുടെ ശൂന്യതകൾ മാറട്ടെ. ഇന്ന് പകൽ ചില വർധനവ് വരട്ടെ. ചില വർധനവ് വരട്ടെ. ഒരു വർധനവ് യേശുവിന്റെ നാമത്തിൽ. Power the Holy Spirit, power the Holy. അപ്പോൾ അടിസ്ഥാനത്തിലേക്ക് നമ്മളൊന്ന് കടക്കണം. മമ്മി അടിസ്ഥാനത്തിലേക്ക് നമ്മളൊന്ന് വരണം. മമ്മി അടിസ്ഥാനത്തിലേക്ക് വരണം. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വരണം. അതിനകത്ത് പരിമിതി ഇല്ലാത്ത മേഖലയിലോട്ട് വരണം. എബ്രായ ലേഖനം എടുത്ത്, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം
19 വാക്യം. അപ്പൊ ഈ അബ്രഹാമിനെ കൊണ്ടുവരുക. അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന സമയം, ദൈവം വിളിക്കുക. ദൈവത്തിന് കോളിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം വിടേണ്ടതിനെ അങ്ങ് വിട്ടു. ചാർച്ചക്കാർ പിതൃഭവനം വിട്ട് അബ്രഹാം ഇറങ്ങുമ്പോൾ ഏതിൻ്റെ മൂല്യത്തിലായിരിക്കും ഇറങ്ങിയത്? ദൈവത്തിലുള്ള വിശ്വാസത്താൽ. വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, അബ്രഹാമിൻ്റെ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഒത്തിരി പ്രാവശ്യം എടുത്തും തിരിച്ചും മറിച്ചുമൊക്കെ പോയതാ. ഞാൻ കൊണ്ടുവരുന്ന യേശുവിലേക്ക് വരാനാ. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നൊരു ഭാഗത്തിനകത്ത് വരുമ്പോൾ അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചു, വേർതിരിച്ചു. അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് അത്ഭുതമൊക്കെ നടന്നു. ഇവിടെ കുഞ്ഞിൻ്റെ വന്നു. ഇവിടെ വരുമ്പോൾ 11 അധ്യായത്തിൻ്റെ 17 വാക്യം ഒന്ന് വായിച്ചേ. ഇസഹാക്കിനെ യാഗം അർപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവൻ, അടിവരയിട്ട് വെച്ചോണം, ദൈവത്തിന്റെ ദർശനം കിട്ടിയവൻ. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഏതിനകത്തും നിങ്ങൾ നോക്കിക്കോ, ഒരു ലൂപ്പ് പോയിന്റ് പോലെ അവിടെ ഒരു വാക്ക് കാണും. ദൈവം വിളിച്ചു വേർതിരിക്കപ്പെടുമ്പോൾ അബ്രഹാമിനെ വിളിച്ചു. തലമുറയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, തലമുറ പറയുന്ന വാക്കാണ് 18 വാക്യം പറഞ്ഞിട്ട് പറഞ്ഞു. 18 ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നതിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ, ഇത് പറഞ്ഞു കൊണ്ടുവന്ന ദൈവമാ. ഈ വെളിപ്പാട് ആരുടെ അകത്തിരിപ്പുണ്ട്? അബ്രഹാമിന്റെ അകത്തിരിപ്പുണ്ട്. ഇന്ന് അകത്ത്, നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയണം, ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒന്നുപോലും മാറിപ്പോകാതെ നിന്റെ അരികിലേക്ക് വരും. ഇന്ന് പകൽ ആത്മക്കണ്ണിനകത്ത് കണ്ടോണം, നിന്റെ സാഹചര്യങ്ങൾ വഴിമാറി എത്തുള്ള പ്രതികൂലത്തിൽ കൂടെ കടന്നാലും അതിന് മഞ്ഞായാലും മഴയായാലും അത് തക്ക സമയത്ത് നിന്റെ അരികിലേക്ക് അത് വന്നു ചേരുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം അറിയണം, ചില പരീക്ഷയുടെ കാലഘട്ടം കടന്നുപോയാൽ അബ്രഹാമിന്റെ വിശ്വാസം കെട്ടുപോയില്ല. അവൻ അറിയാം, എന്റെ മകന് പേരിട്ടിരിക്കുന്നെങ്കിൽ, ഇസഹാക്ക് എന്ന് പേരിട്ടിരിക്കുന്നെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഇവനിൽ നിന്ന് തന്നെ തലമുറ വരും. അവൻ ദൈവം പറഞ്ഞത് മാറിപ്പറയുന്നവനല്ല. ഞാൻ വിശ്വസിച്ച ദൈവം അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനെന്ന് ഇസഹാക്ക് അകത്ത് ഉറച്ചെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞു, നിങ്ങളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ അത് മാറിപ്പോകുന്നതല്ല, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാ. അതിന്റെ കാരണം പറയുക, 19 വാക്യം പറയുക, മരിച്ചവരുടെ കണ്ടോ, മരിച്ചവരുടെ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കേണ്ടി വന്നാലും അവനെ തന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ചില വീഴ്ച നിന്റെ ജീവിതത്തിൽ വന്നാലും ആ വീഴ്ചക്കകത്തുനിന്ന് ഉയർത്താൻ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അറിയണം. ഇന്ന് കഷ്ടത വന്നെന്നല്ല പറയുന്നത്, കഷ്ടപ്പാട് വന്നെന്നല്ല പറയുന്നത്, അതിനപ്പുറം എനിക്ക് വേണ്ടി ചില ശാശ്വതമായ വഴികളെ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ അബ്രഹാമിന്റെ അകത്തെ കൺസെപ്റ്റ് ഉണ്ടോ, ഇവനെ യാഗമാക്കേണ്ടി വന്നാലും ഇവനെ തമ്പുരാൻ ഉയർപ്പിക്കും. എന്ന കാരണമെന്നറിയോ, ഞാൻ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചതിക്കുന്നേ. ഇന്ന് ദൈവത്തിനൊരു വിശ്വാസം അകത്ത് കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, ഇവിടെ പറയും ശക്തനെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ യാഗപീഠത്തിൽ ഇവനെ കിടത്തിയാൽ ഞാൻ മടങ്ങി പോകുന്നത് അത്ഭുതങ്ങളുടെ ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അവൻ കൂടെ വരുന്നവരോട് പറയും, നിങ്ങൾ ഇവിടെ നിൽക്കണം കേട്ടോ, ഞാനും മകനും പോയി ആരാധന കഴിച്ചു
കൊടുത്തിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അകത്തെ വിശ്വാസമുള്ളവന്, യേശുവിൽ അടിസ്ഥാനമിട്ട വിശ്വാസമുള്ളവന് കാറ്റും കോളും വന്ന തകർന്നു പോകത്തില്ല കേട്ടോ. അവന്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽ പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാൽ, പ്രതിസന്ധി വന്നാൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് അത് നന്മയാക്കി മാറ്റുന്ന അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ അത് സ്തോത്രം ചെയ്യുന്ന പകലിൽ. അപ്പൊ ഈ അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് വന്നപ്പോൾ കണ്ടോ, അബ്രഹാമിന്റെ അകത്ത് ഈ ദൈവീയമായ ഒരു വിശ്വാസങ്ങൾ. അതിന് 11:8 വായിച്ചേ. 11-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പൊ ദൈവത്തെ എങ്ങനെ വിശ്വസിച്ചേ? അബ്രഹാമിലേക്ക് വരുമ്പോൾ ഇന്ന് പകലറിയണം, വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല, അത്ഭുതം കാണുന്നില്ല എന്ന് പറയുമ്പോൾ അബ്രഹാമിനെയൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അബ്രഹാമിന് ചില ടൂണിലേക്ക് നമ്മൾ വരണം. ഇവിടെ പറയുക, എബ്രായ ലേഖനക്കാരൻ പറയുന്നൊരു വാക്കുണ്ടോ? 11-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുക, അബ്രഹാമിനെ വിളിച്ചപ്പോൾ ആരെ വിശ്വസിച്ചു? ദൈവത്തെ വിശ്വസിച്ചു. എന്നിട്ട് പറയാം, വിശ്വാസത്താൽ തനിക്ക് കിട്ടുവാനിക്ക്, അവകാശമായി കിട്ടുവാനിക്ക് ദേശത്തേക്ക് എങ്ങോട്ടാ പോകുന്നെന്ന് പോലും അറിയത്തില്ല. കൊച്ചു പ്രായത്തിലൊന്നുമല്ല വിളിക്കുന്നേ. പക്ഷെ വിളിച്ചവനിൽ അകത്തെ അകക്കണ്ണി ഒരു വിശ്വാസം വേണം. ഇന്ന് നിങ്ങളുടെ അകത്ത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് കാണുന്ന പല പ്രതികൂലങ്ങളെയും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ചില പ്രതിസന്ധികളെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ചില അത്ഭുത വാതിലുകളെ ദൈവത്താൽ തുറക്കപ്പെടുവാൻ കാണും. ഈ വിശ്വാസത്തിനകത്ത് ആരുറച്ചിട്ടുണ്ട്? അബ്രഹാം ഉറച്ചിട്ടുണ്ട്. തലമുറ വന്നപ്പോഴും യാഗമാക്കാൻ ദൈവം പറയുമ്പോഴും അവിടെയെല്ലാം ഇറങ്ങി തിരിക്കാനുള്ള ധൈര്യം വന്നതിന് കാരണം എവിടെയാണെന്നറിയോ? ദൈവത്തിലുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് 19-ാമത്തെ വാക്യം, മരിച്ചവരെന്ന് ഉയർപ്പിക്കാൻ അറിയുന്ന ഒരു ദൈവത്തിൽ ആശ്രയം വെച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മകണ്ണിനകത്ത് കണ്ടോ, നീ ചില പരാജയമെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ സഹോദരന്മാർ മാറ്റി നിർത്തിയെടുത്ത്, നിന്റെ ഭവനക്കാർ മാറ്റി നിർത്തിയെടുത്ത് നീ ഒരു അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. ഇതൊരു അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വാസ കണ്ണിനകത്ത് കാണാം ദൈവം ചില അത്ഭുത വാതിലുകളെ തുറന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ 100 ചോദ്യങ്ങൾ ലോകം ചോദിക്കും. ചോദിക്കുന്നൊരു ഭാഗം എന്നാ? നിന്റെ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ട് കെട്ടിക്കും? എവിടാ ഉള്ളേ? നിങ്ങളുടെ അതിനകത്ത് വല്ല നല്ലത് വല്ലതും ഉണ്ടോ? എല്ലാത്തിൻ്റെ പുറകെ കിടക്കുന്ന ചരിത്രം കള്ളടിച്ചവനും വഴി കിടന്നവനും അലമ്പനും ഓടാലി പിടിച്ചവനും ഒക്കെ അല്ലേ? നല്ല വല്ലതും ഉണ്ടോ എന്ന് 100 ചോദ്യങ്ങൾ പറയും. പക്ഷെ അവിടെ നിന്നോണ്ട് അറിയണം, എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം അറിയണം, നിങ്ങളുടെ ജീവിതം അറിയത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇനി ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വിളിച്ച ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവി വിളിച്ചു പറയണം. കിടക്ക എടുത്താൽ ഞങ്ങളോട് നടക്കാൻ പറഞ്ഞെങ്കിൽ ഇന്ന് ഞങ്ങൾ കിടക്ക എടുത്ത് നടക്കുമാറാക്കുന്ന ഒരു ദൈവശക്തി ഞങ്ങളുടെ മേലുണ്ടെന്ന്. ഓ ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സ് നിരൂപിക്കാത്തത് സ്വർഗ്ഗം ചില കരുതലുകൾ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അവ കരുതാവുന്ന ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ മേൽ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ അബ്രഹാമിന്റെ അകത്ത് ഏറ്റവും മുന്നിൽ വിശ്വാസത്തിൽ ആരുറച്ചു? അബ്രഹാം ഉറച്ചു. വിശ്വാസത്തിൽ ആരുറയ്ക്കുമ്പോൾ ആത്മാവ് ചലനമുണ്ടാവും. വിശ്വാസത്തിൽ ആരുറയ്ക്കുമ്പോൾ, വിശ്വാസത്തിൽ ഒരാൾ ഉറയ്ക്കുമ്പോൾ ആത്മാവ് ചലിക്കപ്പെടാൻ തുടങ്ങും. ആത്മാവിൻ്റെ ചലനം വരും. പരിശുദ്ധാത്മാവിൻ്റെ ചലനം മുഴുവൻ വിശ്വാസതല. കുറച്ചുകൂടെ നിങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വരും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു. തീയും കത്തിയെടുത്തു.
അപ്പ എന്ന് പറഞ്ഞതിന് എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. ദൈവം, ഈ അബ്രഹാമിന്റെ വിശ്വാസത്തെ നിങ്ങൾ അറിയണം. ദൈവം കരുതിക്കൊള്ളും എന്ന് പറയാൻ ഒരു വിശ്വാസിയുടെ ഹൃദയം തുറക്കണം. പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും എൻ്റെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ എന്നെ കരുതുമെന്ന് അകത്തൊരു ഉറപ്പ് വേണം. ഏലിയാവിനെ ദൈവം തമ്പുരാൻ വിളിച്ചതാണേ. ഏലിയ പറഞ്ഞു മഞ്ഞും മഴയും വേണ്ടെന്ന് പറഞ്ഞു. മഞ്ഞും മഴയും നിന്നു. പക്ഷെ ഏലിയാവിനെ പോറ്റേണ്ട ചുമതല ആരുടേതാ? ഇന്ന് പകൽ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി. ആമേ, ഏലിയാവിനെ കരുതേണ്ട ചുമതല സ്വർഗത്തിൻ്റെതാ. ഇന്ന് നിന്നെ പേർ ചൊല്ലി വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നെ കരുതേണ്ട ചുമതല സ്വർഗത്തിൻ്റെതാ. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചൂരച്ചോട്ടിനകത്തിരിക്കുമ്പോൾ ഏലിയാവിന് വേണ്ടി കാക്കയെ ദൈവം തമ്പുരാൻ അയച്ചെങ്കിൽ ഇന്ന് പകൽ വഴികളെല്ലാം അടയപ്പെട്ടാൽ നിനക്കുള്ള വഴി ദൈവം തമ്പുരാൻ തുറന്നുകൊണ്ടേയിരിക്കുക. നിനക്കുള്ള ദൈവം തമ്പുരാൻ വഴികൾ തുറന്നുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽ ആമേ, വിളിച്ചവൻ, ഇന്ന് പകൽക്കാലം പറഞ്ഞ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് തെളിയിക്കുന്നത് പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ അവ ഒരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സവിശേഷത നടന്നുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ ദൂതന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നതാ കാരണമെന്നറിയോ? സ്വർഗം പേർ ചൊല്ലി വിളിച്ചവന് കാരാഗ്രഹത്തിൽ കിടക്കാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതിന്റെ വാതിലിലെ ദൈവം തമ്പുരാൻ തുറക്കാൻ പോകുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു നിന്നെ വിളിച്ച ദൈവമാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ചില വഴികൾക്കപ്പുറം ദൈവം ചില വിശാലമായ വാതിലുകൾ നിനക്ക് നിന്റെ തലമുറയ്ക്കായി തുറന്നു തരും. ഇന്ന് പകൽ കണ്ടതല്ല, ഇത് കാണാത്ത ചില ദൈവം തുറക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വാതിലുകളെ ദൈവം തമ്പുരാൻ തുറന്നു തരും. ഇന്ന് തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ? അതിനകത്തൊരു അത്ഭുതം നടക്കാൻ പോകുക. ഒരു വഴി തുറക്കപ്പെടുമെന്ന് അവ വിശ്വാസത്തിനകത്ത് കാണണം. അതുകൊണ്ട് അബ്രഹാം പറയുക, ആര് കരുതിക്കൊള്ളും? ഇതാ വിശ്വാസിയുടെ അകത്തുനിന്ന് പുറത്തോട്ട് വരേണ്ട സാധനം. ഞങ്ങൾക്കുള്ളത് ദൈവം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവം പറയുന്നതിനകത്തൂടെ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയാൽ ഇന്ന് വിശ്വാസത്തിനകത്ത് അത് കിടക്കുന്നുണ്ടോ? അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 14 സമയത്തിന് കുറവാണ്. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ട സ്ഥലത്ത് യാഗപീഠത്തിൽ കൊണ്ടുപോയി ഇസ്ഹാക്കിനെ കിടത്തി സ്വർഗം ഇറങ്ങി. ആ കുഞ്ഞിനെ മേൽ കത്തിവെക്കരുതെന്ന് പറഞ്ഞു. അവിടെ ഒരു കൊലാട് അവിടെ കിടന്നു. അതിനെ എടുത്ത് യാഗപീഠത്തിട്ട് യാഗമിറക്കി. അപ്പൊ ഈ അബ്രഹാമിന്റെ കരുതൽ നോക്കിയേ. അബ്രഹാമിന് ദൈവത്തിന്റെ കരുതൽ മനസ്സിലായോ? അബ്രഹാം മുന്നവേ പറഞ്ഞു ആര് കരുതിക്കോളും? മകനോടും പറഞ്ഞു മോനെ ദൈവം കരുതിക്കോളും. ദൈവം കരുതിക്കോളും എന്നകത്ത് വിശ്വസിച്ചവന് ദൈവം കരുതിയിട്ടുണ്ട്. ഇന്ന് പകലറിഞ്ഞോ, നീ അകത്ത് വിശ്വസിച്ചത് ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് നിനക്കുള്ള ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞോ, അവൻ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കുള്ളത് ദൈവം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. അതാർക്കും എടുക്കാൻ പറ്റത്തില്ല. നിനക്കുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് അറിയേണ്ട ഒരു കാര്യം പറയാ. ആമി മല വിട്ട് താഴെ ഇറങ്ങുമ്പോ ബാല്യക്കാരവർ നിപ്പുണ്ട്. അവർ കണ്ടിട്ടില്ല സ്വർഗം കരുതി. ഇന്ന് പകൽക്കാലം പറഞ്ഞ നിനക്ക് നിന്റെ തലമുറയ്ക്കുള്ള കരുതല് നാട്ടുകാരുടെ മുന്നിലല്ല വെളിപ്പെടുത്തുന്നത്, നിന്റെ ഭവനത്തിനകത്ത് അത് വെളിപ്പെടുത്തി തരും. ആത്മകണ്ണിനകത്ത് വിളിച്ചു പറ, സ്വർഗം നിനക്ക് വേണ്ടി കരുതി വെച്ചത്, സ്വർഗം നിനക്ക് വേണ്ടി കരുതി വെച്ചത്, സ്വർഗം നിനക്ക് വേണ്ടി കരുതി വെച്ചത്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം. സറാഫത്തിൽ ഒരു ദൈവമേ ഒരു വിധവയോട് പറഞ്ഞു, അവ പാത്രത്തിലേക്ക് എണ്ണ പകർന്നോളാൻ പറഞ്ഞു. ആർക്കും വെളിപ്പെട്ടില്ല, നാട്ടുകാർക്ക് വെളിപ്പെട്ടില്ല. പക്ഷെ നീ അവൾ സമൃദ്ധിയിലേക്ക് പോയെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തിനർജ ആര് കണ്ടിട്ടില്ലാത്തത് ചിലത് ഇരുട്ടിലെ ഗുപ്തനിധികൾ പുരാതന സമ്പത്തിന്റെ കയ്യിലുണ്ട്. അത് നിന്റെ ഭവനത്തിനകത്ത്, അത് നിന്റെ തലമുറയ്ക്കകത്ത് അത് ദൈവം തരുമെന്ന് പറയുന്നവർക്ക് ആ വിശ്വാസത്താൽ അത്ഭുതത്തെ കാണ്. അവേ അതിന് വിശ്വാസത്തിനകത്ത് ദൈവത്തിന്റെ കരുതലിനെ തിരിച്ചറിയണം. പിടികിട്ടിയോ? ദൈവത്തിന്റെ കരുതൽ നമ്മുടെ അകത്ത് വെളിപ്പെട്ടില്ല, നമുക്ക് വ്യാകുലതകൾ വരും.
ആമീൻ. ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയാ? ഇവിടെ പറയുന്ന വാക്കിനകത്ത് വന്നവൻ പറയുക, ഇബ്രാഹിം 11:19 വന്നവൻ പറഞ്ഞു തന്നായിരുന്നു, മരിച്ചവരുടെ ഇടയിൽ ഇനി അങ്ങനൊന്ന് സംഭവിച്ചാലും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർപ്പിക്കാൻ കഴിവുള്ളവനെന്താ. ഇന്ന് പകലകത്ത് വിളി കിട്ടിയോ? നഷ്ടപ്പെടാൻ അനുവദിക്കാത്ത ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. പക്ഷെ ഇതെങ്ങനെ ആയിരിക്കണം നമ്മുടെ അകത്ത് വരുന്നത്? അത് വിശ്വാസത്താൽ നിങ്ങൾ അകത്തോട്ട് വെളിപ്പെടണം. നിങ്ങൾ എപ്പോൾ ഈ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നുവോ അപ്പോഴേ ഈ റിലീസിങ് നടക്കത്തുള്ളൂ. ആണെന്നോ അല്ലെന്നോ ഞാൻ തെളിയിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം എടുത്തേ, 1-ാം അധ്യായം എടുത്തേ, 34-ാമത്തെ വാക്യം എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം. മറിയ ദൂതനോട് 1-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, ദൈവത്തിൻ്റെ ദൂതൻ വന്നു മറിയോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അബ്രഹാമിനോട് തന്നെ പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഇതുപോലെ നിനക്ക് തലമുറ തരുമെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആരുടെ അരികിൽ വന്നിരിക്കുക? മറിയയുടെ അരികിൽ വന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയുക, നീ ഒരു മകനെ പ്രസവിക്കുവാൻ യേശു എന്ന് പേരിടണം, അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു. മുന്നേ ഒരു പ്രവചനം അങ്ങ് നടത്തി. മറിയയുടെ അകത്തൊരു ചോദ്യം കിടപ്പുണ്ട്. മറിയയുടെ ചോദ്യമാണ് 34-ാമത്തെ വാക്യം. മറിയ ദൂതനോട്, പുരുഷനെ ഞാൻ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ന്യായമായ ക്വസ്റ്റ്യൻ. വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. ഒരു വലിയ വാഗ്ദത്തം ഇങ്ങോട്ട് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞപ്പോൾ ആ സമയം വരെ ഇവിടെ മേലെ വാഗ്ദത്തം റിലീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നോ? ദൈവം എല്ലാം പറഞ്ഞു വെച്ചു. മറിയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതൻ പറയുക, മറിയേ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മറിയ ഇതിനെ എന്ത് ചെയ്തിട്ടില്ല? റിസീവ് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. മറിയ ഒരു സംശയം അങ്ങോട്ട് ചോദിക്കുക. 34-ാമത്തെ വാക്യം ചോദിച്ചിട്ട് പറയുക, ഞാനൊരു പുരുഷനെ അറിയാം, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. അടുത്ത വാക്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പൊ ഇവള് പറഞ്ഞു, ആര് വരുമെന്ന് പറഞ്ഞു. ഈ വാഗ്ദത്തം പ്രവൃത്തിയായി മാറണമെങ്കിൽ പ്രവൃത്തി വെളിപ്പെടണം. എല്ലാവരുടെയും വാഗ്ദത്തം ഇരിപ്പുണ്ട്. വാഗ്ദത്തം കിട്ടി ഇഷ്ടം പോലെ പേരിപ്പുണ്ട്. വാഗ്ദത്തം ലഭിക്കപ്പെട്ടു. വാഗ്ദത്തം ആരിൽ നിന്ന് കേട്ടു? ഇവിടെ ദൂതനിൽ നിന്ന് കേട്ടു. മറിയ അങ്ങോട്ടൊരു കാര്യവും പറഞ്ഞു. മറിയോട് അടുത്ത കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ നിന്റെ മേൽ നിഴലിടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മജ്ജി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം. ഇവളോട് പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക്. ഇവിടെയാണ് ആത്മാവിന്റെ മൂവിങ് ഉണ്ടാകുന്നത്, ചലനം ഉണ്ടാകുന്നത്. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒരു പുരുഷനെ അറിയാം, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയെ എലിസബത്തിന് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞു. നിന്റെ തൊട്ടരികിൽ ഇരിക്കുന്നവൻ സൗഖ്യമാകുന്ന നീ കണ്ടു. നീ രോഗത്തിലിരിക്കുക, പക്ഷെങ്കിൽ അവനെ സൗഖ്യമാക്കിയ ദൈവം എന്നെയും വിടുവിക്കുമെന്ന് അകത്ത് വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ ശക്തി അപ്പുറം ഇരിക്കുന്ന മനുഷ്യൻ രൂപാന്തരപ്പെട്ട് ആയതുപോലെ എനിക്കും ആകാമെന്ന അകത്ത് വെളിപ്പെട്ടാൽ പിടികിട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. 20 വർഷമായിട്ടും 25 വർഷമായിട്ടും വിടുതലില്ലാതിരിക്കുന്നതിന് കാരണം കണ്ടും കേട്ടും മനസ്സ് മരവിച്ചു പോകുന്നവൻ അങ്ങനെ തന്നെ പോവും. എന്നാൽ ഇന്നലെ വന്നവൻ പ്രാപിച്ചിട്ട് ജയമെടുക്കുന്ന ഒരു കാലമുണ്ട്. മറിയോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ മറിയയ്ക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്
ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ അവൾ ദൈവത്തിന്റെ ദൂതന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു. അതിന് മറിയ, ആ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞത് എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ നീ പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം പറ, അങ്ങ് പറഞ്ഞതിനെ ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാ, അങ്ങ് പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കാൻ റെഡിയാ. ഇതല്ലേ അബ്രഹാം പറഞ്ഞു വെച്ചത്. അബ്രഹാമിനെ വിളിച്ചപ്പോ അവൻ പിതൃഭവനത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, എല്ലാം വിട്ടു, വിളിച്ചവനെ നോക്കിക്കൊണ്ട് ഇറങ്ങിയെങ്കിൽ ഇവിടെ മറിയ പറയുന്നു, അതിന് പുറകെ വരാമ്പോ നിന്ന് എനിക്ക് വിഷയമല്ല, അത് പരിഹാസം എനിക്ക് വിഷയമല്ല, അങ്ങ് പറഞ്ഞതിനെ ഞാൻ സ്വീകരിക്കാൻ റെഡിയാന്ന് പറയുമ്പോ ഇവിടെ പറയുന്നു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. കണ്ടോ, ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം ദൂതൻ അവളെ വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തം അവളുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. വിശ്വസിക്കുന്നവരുടെ വഴികളെ തുറക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം പറയണം, എൻ്റെ ബ്രദറെ 20 വർഷമായിട്ടൊന്നും നടക്കുന്നില്ല, എൻ്റെ പൊന്നെ നടക്കത്തില്ല. ആമി ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ തലമുറ വരത്തില്ല കൊച്ചേ. എന്നതാ കാരണമെന്നറിയോ? നീ ചുമ്മാതെ പോയിരിക്കുന്നത്, നീ കാണുന്നവരെ കണ്ടിട്ടില്ല. നിന്റെ അകക്കണ്ണ് തുറന്ന് കാണുന്നവനെ കണ്ടാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങുക തന്നെ ചെയ്യും. കാണേണ്ടവനെ കാണേണ്ട പോലെ കണ്ട, വിശ്വാസത്തിന്റെ അത്ഭുതത്തെ കണ്ട. നീ പുറമേ ഉള്ളവനെ കണ്ടുള്ളൂ. വിശ്വാസമുള്ളതെ ചെന്നപ്പോ എന്നോലെ കണ്ടുള്ളൂ, പുറമേ ഉള്ളവനെ കണ്ടുള്ളൂ. പുറമേ ഉള്ളവന്റെ വ്യത്യാസം എന്നാ? അവൻ കറുത്ത പാന്റ് ഇടുന്നവനാ, വെളുത്ത ഷർട്ട് ഇടുന്നവനാ. പുറമേ ഉള്ളവനാ. നീയും അങ്ങനെ തന്നെയായി. പക്ഷെ അകമയുള്ളവനെ കാണാത്രത്തോളം കാലം അകക്കണ്ണ് തുറന്നാൽ ഇന്ന് പകൽ അത്ഭുതം നടക്കും. എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ആരാമ്യ സൈന്യം മുഴുവൻ എലീശയെ വളഞ്ഞു. അവൻ ബാല്യക്കാരൻ പുറമേ ഉള്ള നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, യജമാനനെ, സൈന്യം നമ്മളെ വളഞ്ഞിരിക്കുക കേട്ടോ, രക്ഷയില്ല. എലീശ പ്രാർത്ഥന നടത്തിയില്ല. എലീശ പറഞ്ഞു, എന്നാ പറഞ്ഞെന്നറിയോ? അവരിലുള്ളവരൊക്കെ കൂടുതൽ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ പറയും, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തര ബാല്യക്കാരന് വേണ്ടി എലീശ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവന്റെ അകക്കണ്ണൊന്ന് തുറന്നാ മതി കേട്ടോ. ഇന്ന് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിക്കേണ്ട ഒന്നിനു വേണ്ടിയാ. അകക്കണ്ണ് തുറന്ന് കിട്ടിയ അത്ഭുതങ്ങളിലേക്ക് നടക്കാൻ തുടങ്ങും. ഓ, അകക്കണ്ണ് തുറക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അകക്കണ്ണ് തുറന്നാൽ ഒരു അത്ഭുത വിടുതലുണ്ടാകും. അകക്കണ്ണ് തുറന്നാൽ നിന്റെ തലമുറയെ കുറിച്ച് കരയേണ്ടി വരത്തില്ല. അകക്കണ്ണ് തുറന്നാൽ നിന്റെ ദാരിദ്ര്യത്തെ നോക്കേണ്ടി വരത്തില്ല. അകക്കണ്ണ് തുറന്നാൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ഇന്ന് പകൽ കാലം വിളിച്ചു പറ, അകക്കണ്ണ് തുറന്നവൻ അത്ഭുതങ്ങളെ കാണും. ഹല്ലേലൂയ. അപ്പൊ മറിയ ഇത്രയും പറഞ്ഞുള്ളൂ. മറിയ പറഞ്ഞു, അമ്മേ, ഞാൻ കർത്താവിന്റെ ദാസിയാ, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതന്റെ പ്രവൃത്തി കഴിഞ്ഞ് ദൂതൻ മടങ്ങിപ്പോയി. ദൈവം പറഞ്ഞതിനെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് എത്ര പേര് അമ്മയും പറയുന്നുണ്ട്, പറഞ്ഞതിനെ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോ, ആമീൻ, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് ആമീ പ്രവൃത്തിയെ വെളിപ്പെടാൻ പോവുക. ദൈവത്തിൻ്റെ ദൂതന്റെ അരുളപ്പാടനുസരിച്ച ശേഷം ആമീ മറിയ എങ്ങോട്ട് പോയെന്നറിയോ? ആമീ മലനാട്ടിലേക്ക് പോയി. അവിടെ തുടർമാനമായി വായിക്കുമ്പോൾ മലനാട്ടിലേക്ക് പട്ടണത്തിലേക്ക് ചെന്നു. സക്കറിയാവിന്റെ വീട്ടിലെത്തി. കാരണം ദൈവത്തിന്റെ ദൂതന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളോട് പറഞ്ഞിട്ടുണ്ട്, എന്നാ പറഞ്ഞേക്കുന്നേ? എലിസബത്ത് എന്ന് പറഞ്ഞു വാർദ്ധക്യത്തിലേക്ക് എലിസബത്ത് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞു വിട്ടു. അപ്പം മറിയ അതിനെ ഒന്ന് അന്വേഷിക്കാൻ പയ്യെ മറിയ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് ആമി സക്കറിയാവിന്റെ വീട്ടിലെത്തി. എലിസബത്തിനെ വന്ദിച്ചു. തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിക്കോ. കർത്താവ് നിന്നോട് പറഞ്ഞത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച നീ. ഇത്രേ കാര്യമുള്ളൂ. ആത്മാവ് വെളിപ്പെടുത്തിയതിനെ
ക്രിട്ടിസൈസ് ചെയ്യാതെ അതിനെ വിശ്വസിച്ചാൽ അതിന്റെ മഹത്വത്തിലേക്ക് നിന്നെ ദൈവം തമ്പുരാൻ കൂട്ടിക്കൊണ്ടുവരും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പണ്ട് ദൈവസഭയ്ക്കകത്തിരുന്നുകൊണ്ട് അവൻ ഒരു ദൈവത്തിന്റെ ദൂത് പറയുന്ന ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരോട് പറഞ്ഞു, അവൻ ഉക്രൈനിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന MBBS ഒക്കെ പഠിച്ചു വന്നൊരു പയ്യനാ, ഫെയിലായിപ്പോയി. അന്ന് ആ പയ്യൻ നമ്മുടെ ക്യാമറയെ കൈകാര്യം ചെയ്യുന്ന സമയമാണ്. പുള്ളി ആകെപ്പാടെ നിരാശയിലുമായിരിക്കുക. വീട്ടിലകത്ത് ഭയങ്കര പ്രശ്നത്തിൽ പുള്ളി ആകെപ്പാടെ നിരാശയിൽ, എന്ത് ചെയ്താലും ശരിയാകത്തില്ല. ഡൽഹി പോയി എക്സാമൊക്കെ എഴുതി, പക്ഷെ അവിടെ എല്ലാം പരാജയപ്പെട്ടു. അപ്പം പറഞ്ഞു, ഇനി നീ ഒന്നിനും പോകണ്ട, വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഫാസ്റ്റിങ്ങിൽ ഉപവാസത്തിലിരിക്കുക. ഒരു 7 ദിവസത്തോളം ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഈ പയ്യനും എൻ്റെ കൂടെ ഉണ്ട്. ഇവനും അവൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. ഇവനും പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഉപവാസത്തിന് അവസാന ദിവസം തീരുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പറ, ലജ്ജിച്ചു പോകത്തില്ലെന്ന് സഭയോട് വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങി എന്നോട് എന്ന് പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നീ സഭയോട് തിരിച്ചൊന്ന് വിളിച്ചു പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ പ്രാവശ്യം ഇവനോട് പറയാൻ പറഞ്ഞു. ഇവൻ 3 പ്രാവശ്യം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇവൻ്റെ അകത്തെ സന്തോഷമാണോ സങ്കടമാണോ? ഇവ തിരിയുമ്പോൾ ഇവനോട് ആത്മാവ് ഒരു ദൂത് പറഞ്ഞു. ആത്മാവ് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വരുന്ന ഈ മെയ് മാസം എൻ്റെ ഓർമ്മ നിൽക്കുന്നത്, മെയ് മാസം 24-ാം തീയതി അമേരിക്കയിൽ നിന്ന് ഒരു കുഞ്ഞ് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ദേശത്ത് വരും. അത് ജൂൺ മാസം 17-ാം തീയതി നിന്റെ വിവാഹം നടക്കും എന്നും പറഞ്ഞൊരു ദൂത് പറയുന്ന സമയത്ത് എന്നെ ദൈവം കാണിച്ചൊരു കാഴ്ചയായിരുന്നു. ഒരു കല്ല് വെള്ളത്തിൽ കിടന്നിട്ട് ഇവൻ ആകുന്ന പിടിച്ച് കല്ല് ഉയർത്താൻ നോക്കുമ്പോൾ ഒരു വളയിട്ട കൈയോടെ ചെന്ന കല്ല് ഉയർത്തി മാറ്റുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, ആത്മാവ് വെളിപ്പെടുത്തിയോ സംഭവിക്കാൻ പോവോ. ഇവന് കൈ ഉയർത്തി പറഞ്ഞു അത് സംഭവിക്കുമെന്നും പറഞ്ഞു. ഇവൻ കൈകൾ ഉയർത്തി, അവൻ കരം ഉയർത്തിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇത് ഞാൻ അവൻ്റെ മേൽ സൈൻ ചെയ്യുകയായിരുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേരകത്ത് വിശ്വസിക്കുന്ന അറിയത്തില്ല. മെയ് മാസം 24-ാം തീയതി ഈ ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പെൺകൊച്ച് അമേരിക്കയിൽ നിന്ന് അതിൻ്റെ അപ്പനോട് വരുമ്പോൾ ഇവിടുന്ന് ഒരു അറിവ് കിട്ടിയ പോലെ ഞങ്ങൾ ഒരുമിച്ച് ചെറുക്കനും ഒരുമിച്ച് ഞങ്ങൾ അവിടെ കാണാൻ പോയി. അന്നത് പറയുമ്പോൾ, പ്രവചനം പറയുമ്പോൾ അകത്തിരുന്നൊരു വെളിച്ചപ്പാടത്തിയുടെ ആത്മാവുള്ളവൾ പറഞ്ഞു, ഇങ്ങേരെന്നാ പ്രവചിച്ചാലും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് ആത്മാവിനകത്ത് ഞങ്ങൾ വിളിച്ചു പറയാ, പറഞ്ഞ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ നടത്തുക. സ്വർഗത്തിലെ ആത്മാവ് ഉണ്ടായിരുന്നു. ആത്മാവ് വിളിച്ചു പറഞ്ഞു, മെയ് മാസം 24-ാം തീയതി ഞാലിയാകുഴി ഭവനത്തിനകത്ത് പോയി അവളെ കാണുമ്പോൾ അവളെ പോയി ഞങ്ങൾ കാണുമ്പോൾ ജൂൺ മാസത്തിൽ അവിടെ കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം പേപ്പറിലാണ് റെഡിയാക്കണമെന്ന്. ഡിസംബർ മാസം അവരുടെ കല്യാണം നടത്തി. ഇന്ന് അവർ കുഞ്ഞുങ്ങളുമായി അമേരിക്കയിൽ സുഖമായിട്ട് ജീവിക്കുമ്പോൾ എനിക്കൊന്ന് വിളിച്ചു പറയാനുള്ളൂ, വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് തടഞ്ഞു നിർത്താൻ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം നിന്റെ ഭവനത്തിനകത്തും നിന്റെ തലമുറയ്ക്കകത്തും കാണും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് വിളിച്ചു പറഞ്ഞത്. എലിസബത്ത് 55-ാമത്തെ അധ്യായം ബാക്കി പറയുക, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച കൊച്ചേ, നീ ഭാഗ്യവതിയാകട്ടോ. എന്നതാ കാരണമെന്നറിയോ? നീ ഇത്രയും പ്രായമല്ല ഉള്ള കൊച്ചേ, നീ വിശ്വസിച്ച ഭയങ്കരമാ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് അകത്തൊരു പുരോഹിതനാണെന്ന് പറഞ്ഞ അങ്ങേര് അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ചതാ ദൈവസഭ. അങ്ങേര് പുരോഹിതനായിട്ട് അകത്തി എന്നപ്പോ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, സക്കറിയാവോ നിനക്ക് ഞാനൊരു മകനെ തരുമെന്ന് പറഞ്ഞു. സക്കറിയാവിന് ചിരി അടക്കാൻ മേലായിരുന്നു. എന്ന കൊച്ച നീ വിശ്വസിച്ചല്ലോ, നീ ദൈവത്തിന്റെ മഹത്വം കാണും കേട്ടോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലേ നിന്റെ സാഹചര്യങ്ങൾ നോക്കാതെ ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടോ. ഇന്ന് വരെ നിന്റെ മേലെ വാഗ്ദത്തം റിലീസായിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചേറ്റാണ് നിന്നെ ദൈവം ഉപയോഗിക്കുമെന്നോ നിന്റെ തലമുറ ഉപയോഗിക്കുമെന്നോ ഞങ്ങൾ അത്ഭുതങ്ങൾ കാണുമെന്ന് ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിനക്കായി ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് വിശ്വസിക്കുമ്പോഴാണ് ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ മേലെ വ്യാപരിക്കത്തുള്ളൂ. എത്ര പേര് മുങ്ങി എന്ന് പറഞ്ഞിട്ട് മുങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല. ചൊറിയണങ്ങ് എത്ര വെള്ളത്തിൽ മുക്കിയാലും ചൊറിച്ചിൽ മാറാത്ത പോലെ വിശ്വസിക്കാത്തവൻ ഒരിക്കലും ഒരു അത്ഭുതത്തെ കാണത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിനകത്ത് അത്ഭുതങ്ങളെ കാണണം. വിശ്വാസത്തിനകത്ത് ഉറപ്പോടെ നിൽക്കണം. വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ റിലീസ് ചെയ്ത് തുടങ്ങുമ്പോൾ വാഗ്ദത്തങ്ങളുടെ കൂടെ നടക്കാൻ റെഡിയാകണം.
ഈ വാഗ്ദത്തങ്ങളെ വിട്ടിട്ട് മാറിപ്പോകരുത്. ദൈവം വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ നിലനിൽക്കുന്നവരായി മാറുക. ഇന്ന് പകൽക്കാലം എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ടോ? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം. ദൈവസഭ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവസഭ ചിലപ്പോൾ കുടയായി മാറും. ദൈവസഭ ചില കുടയായി മാറും. എങ്ങനെ കുടയായി മാറുന്നറിയോ? ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുമ്പോൾ ആൾക്കാർ പറയും ഇന്നലത്ത് പോയ ഒരു വിടുതലുണ്ട് കേട്ടോ. പറയും അവിടെ അവൻ ദൈവസഭയ്ക്കകത്ത് അവർ കടന്നു വരും. അവർ നിൽക്കുക. അവർ നിന്ന് ചില കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ എന്നാ എടുക്കും? ഈ കുടയ്ക്കകത്ത് മഴ മാറി, പ്രശ്നം മാറി, ഇവരങ്ങ് പോയി. എന്നിട്ട് പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോൾ ഈ കുട തപ്പി ഇറങ്ങുക. അപ്പോൾ ഈ കുട ഞാൻ മടക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് ഇങ്ങോട്ടില്ല. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വഴി അടയപ്പെടാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ എന്തായിരിക്കണം? വിശ്വസ്തനെന്ന് നീ വെളിപ്പെടുത്തണം. നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കുന്ന പോലെ വിശ്വാസത്തിലും വിശ്വസ്തതയിലും നീ വളരണം. രണ്ട് കാര്യങ്ങൾ ദൈവം തമ്മിൽ നോക്കും. നീ വിശ്വസ്തനാണോ എന്ന് നോക്കും, നീ വിശ്വാസത്തിൽ ഉറച്ചവനാണോ നോക്കും. വിശ്വാസത്തിൽ ഉറച്ചവനാണെങ്കിൽ ആ വിശ്വാസത്തിൽ നീ അത്ഭുതത്തെ കണ്ടു തുടങ്ങിയാൽ ഇന്ന് പകലിൽ എഴുതി വെച്ചോ, ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ്, ഈ മാർച്ച് മാസം 17 കടക്കുന്നതിന് മുമ്പ് ചില അത്ഭുതകരമായ വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. അത്ഭുതകരമായ ചില പ്രവൃത്തികൾ നിന്റെ തലമുറയ്ക്കകത്ത് നിനക്കകത്ത് വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത്, അത്ഭുത വഴികളെ ദൈവം തമ്മിൽ തുറക്കുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്തോളോ. വാതിൽ ദൈവം തമ്പുരാൻ. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും, ഒരു ഫാസ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉപവാസത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ചുമ്മാ കയറി ദൈവസന്നിധി ഞാൻ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. ദൈവാലോചനയുടെ പുറത്താണ് ദൈവസന്നിധി ഇരുന്നേക്കുന്നത്. ദൈവസന്നിധി ഇരിക്കുമ്പോൾ എന്നോട് ദൈവത്തിന് വ്യക്തമായി പറഞ്ഞു, മാർച്ച് 17 ഞാൻ നേരിട്ട് ഇടപെടുന്ന ഒരു ദിവസം എന്ന് ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. അന്ന് നിന്നോട് ഞാൻ സംസാരിക്കുന്ന ദിവസമാ, അന്ന് നിന്നോട് ആത്മാവിനകത്ത് സംസാരിക്കുന്ന ദിവസമാ. നീ ഒരുക്കത്തോടെ ഇരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞപ്പോൾ ഒരുങ്ങണമല്ലോ, അതെന്ന് തുടങ്ങണമെന്ന് വിചാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് തൊട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ എണ്ണിയാൽ ഇന്ന് 10 ദിവസങ്ങളോളമായി. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, ദൈവം പറഞ്ഞതിനെ കേൾക്കാൻ റെഡിയാണെങ്കിൽ നിന്നോട് അവൻ എന്തോ പറയുവാനുണ്ട്, നിന്റെ ഭവനത്തോട് എന്തോ പറയാനുണ്ട്, ഈ കൂട്ടായ്മയോട് എന്തോ പറയാനുണ്ട്. അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്തോ ദൈവത്തിന് പ്രവൃത്തി ചെയ്യുവാനുണ്ട്, എന്തോ ദൈവം ചെയ്യുവാൻ പദ്ധതി ഇടുന്നുണ്ട്. ഇന്ന് പകൽ എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കണം. അപ്പൊ ദൈവം വിളിക്കുമ്പോൾ എന്തിനെ നോക്കരുത്? സാഹചര്യത്തെ നോക്കരുത്. നമ്മൾ സാഹചര്യങ്ങളെ നോക്കിയാൽ നിൽക്കുന്നത്. സാഹചര്യമല്ല വിഷയം, സാഹചര്യങ്ങളെ മാറ്റാൻ അറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് റോമലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോഴേ 19-ാമത്തെ വാക്യം പറയും, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥയും സാറായുടെ ഗർഭത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ സാഹചര്യങ്ങൾ നോക്കാതെ വിശ്വസിക്കാൻ റെഡിയാകണം. നമ്മളെല്ലാം നോക്കുന്ന ഒരു കാര്യം എവിടെയെന്നറിയോ? സാഹചര്യമാണ്. സാഹചര്യം നോക്കാതെ വിശ്വാസത്തിൽ ഉറയ്ക്കണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിനകത്ത് അത്ഭുതത്തെ കാണണം. അതുകൊണ്ടാണ് ചിലർ പറയുന്നില്ല, തലമുറ ഇല്ലാത്തവർ ചെറിയൊരു കുഞ്ഞുടുപ്പൊക്കെ മേടിച്ചോളാൻ പറയുന്ന വിശ്വാസത്തെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. വീടില്ലാത്തൊരു വീടിൻ്റെ സ്കെച്ച് വരയ്ക്കാൻ പറയുന്നതിന് കാരണം വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ഉറപ്പിച്ചില്ലെങ്കിലും അകത്തൊരു ഉറപ്പ് വന്നാൽ മതി, എൻ്റെ ദൈവം അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാണെന്ന്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് അകത്തുനിന്ന്. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നോക്കി, അമ്മ ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല, ക്ഷീണിച്ച്. 20-ാമത്തെ വാക്യം, അപ്പൊ ലഭിക്കപ്പെടുവെന്നുള്ളതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? അത് വിശ്വസിക്കാൻ റെഡിയാകണം. ഞാൻ പറയുന്നത്, ചില പ്രവചനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിങ്ങോട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തും പറയും, ചുമ്മാ പുള്ളി കീച്ചു എന്ന് പറയും. അന്ന് കീച്ചു എന്ന് പറഞ്ഞവരൊന്നും ഇല്ല, അവനൊക്കെ കീച്ചു കഴിഞ്ഞ് പോയി. അതിനും കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക.
ചിലതിങ്ങോട്ട് വരും പറയാം അവരോടുള്ള തൃപ്തി കൊണ്ടാ, അല്ല അവരോടുള്ള സ്നേഹം കൊണ്ട്. ഇതൊന്നുമല്ല. ദൈവസന്നിധി കമന്ന് കിടന്ന് കരഞ്ഞിട്ട് മേടിക്കുന്നതാണെങ്കിൽ അതിനകത്തൊരു പ്രതിഫലം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആമേൻ. ദൈവസന്നിധി നെടുമ്പാട് കിടന്ന് ദൈവത്തോട് ചോദിച്ചൊരു ആലോചനയാണ് പറഞ്ഞെങ്കിൽ അത് ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം അത് റിലീസ് ചെയ്തു തരൂ. ഹല്ലേലൂയ. അത് ആൾക്കാരിൽ നിന്ന് കേട്ട വാക്യമല്ല ഞാൻ ഈ പറയുന്നത്, മനുഷ്യൻ പറയുന്നതല്ല കേൾക്കുന്നത്. ദൈവം ഒരു വ്യക്തിയോട് സംസാരിക്കാൻ ആത്മാവ് വെളിപ്പെടുത്തിയാൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ ദൈവശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടുത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ടോ, അവനെ കുറിച്ച് അവൻ നോക്കിയില്ല. അവൻ പറയുന്ന വാക്യ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ തുടങ്ങി. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? ഈ വിശ്വാസത്തിനകത്ത് ആമീൻ ശക്തിപ്പെടുവാൻ തുടങ്ങി. ആമീൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2015 ആരംഭ സമയത്ത് പുനലൂരുള്ള ധർമ്മക്കണ്ണ് പാസ്റ്റർ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെല്ലുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ മുഴങ്കാല് മടക്കാൻ പറഞ്ഞു. ഞാൻ മുഴങ്കാല് മടക്കാൻ പറഞ്ഞു. ഒരു സഭയായിട്ട് സഭയുടെ മുന്നിൽ നിന്നെ ദൈവം തമ്പുരാൻ നിർത്തും. ഒന്ന്. രണ്ടാമത്, നിന്റെ മുന്നിൽ രോഗികൾ സൗഖ്യമാകും, ഭൂതഗസ്തർ വിടുവിക്കപ്പെടും. അതിനേക്കാൾ വലുതായി നീ ഒരു അത്ഭുത പ്രവാചകനായി ദൈവം തമ്പുരാൻ നിന്നെ അഭിഷേകം ചെയ്യുക. നിനക്ക് അന്നേരം ഞാൻ പറഞ്ഞത്, എനിക്ക് വചനത്തെ അറിയത്തില്ല, പക്ഷേ വചനത്തെ പറയുവാനുള്ള തലത്തിലേക്ക് ദൈവം തമ്പുരാൻ നിന്നെ മാറ്റുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എഴുന്നേക്കും. പുള്ളി എന്നോട് പറഞ്ഞു ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ആമി പല രാജ്യങ്ങളിൽ നിന്ന് ഡിസംബർ 31-ാം തീയതി ആമി ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന യുവാക്കൾ നിന്റെ സഭയ്ക്കകത്തുനിന്ന് പുറത്തു പോകും. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിച്ചു വിട്ട അനേക കുഞ്ഞുങ്ങൾ രാജ്യത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ റിലീസാകാൻ പോകുക. എത്ര പേർ ആമി പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? തലമുറകൾ ആമി പുറം രാജ്യത്തേക്ക് കടത്തി ദൈവം തമ്പുരാൻ വിടുമ്പോൾ ഒരെണ്ണം പോലും ലജ്ജിക്കാൻ ഇടയാകാതെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മകണ്ണിനകത്ത് ഞാൻ പറയാം, വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ ഭവനത്തിന്റെ അവസ്ഥകൾ ഈ ദിവസങ്ങളിൽ മാറാൻ പോകുക. അത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, സാഹചര്യം നോക്കാതെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരുക്കിയത് അത്ഭുതമായി മാറുക തന്നെ. വിശ്വസിക്കാൻ റെഡിയാകുക. സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമാ, സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമാ, വഴികൾ തുറക്കുന്ന ദൈവമാ. നിന്റെ ശക്തിയല്ല, അവന്റെ കൃപയൊന്നു മാത്രമോ. അതുകൊണ്ട് പറയുന്നു, സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. വിശ്വാസത്തിൽ ശക്തിപ്പെടണം. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ടെന്നറിയോ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. ഓ, എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നു. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് അബ്രഹാമിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വെച്ചത്? ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ, ദൈവം പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ ഇന്ന് പകൽ ആത്മക്കണ്ണിനകത്ത് വ്യക്തമായി തിരിച്ചറിഞ്ഞോണം. ആമി വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരു അബ്രഹാം ഉണ്ടെങ്കിൽ, അബ്രഹാം മടങ്ങിപ്പോകുന്നത് ഒരു അത്ഭുതം കണ്ടെച്ചാണെങ്കിൽ, ഇന്ന് പകൽ നീ ഇറങ്ങിത്തിരിച്ചത് ആമി വിശ്വാസത്തിനകത്ത് അത്ഭുതത്തെ കണ്ടാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്കകത്തും നിനക്കകത്തും അത്ഭുതം വന്നു ചേരുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡി ാകുന്നുണ്ട്? ആമി ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതിരുന്ന നീ നന്മയുടെ വാതിൽ ദൈവം തമ്പുരാൻ തുറക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ആമി മോറിയ മലയിലേക്ക് അബ്രഹാം തന്റെ തലമുറയുമായിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആമി അവിടെ ചെന്ന് ആമി അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ നിർത്തുമ്പോൾ ആ കുഞ്ഞിനെ യാഗപീഠത്തിലേക്ക് കിടത്തുമ്പോഴും ഒക്കെ ആമി യഹോവയുടെ ദൂതൻ അവിടെ വെളിപ്പെട്ടു. എന്നതാ യഹോവയുടെ ദൂതൻ വെളിപ്പെട്ടതിന്റെ കാരണം എന്നറിയോ? എന്റെ അബ്രഹാമേ, നീ ഒരു അത്ഭുതത്തിന്റെ വാഗ്ദത്തമാ. നീ വിശ്വാസത്തിൽ വീണുപോയില്ലല്ലോ, വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നല്ലോ. ഇന്ന് പകൽ നിന്നെ കുറിച്ച് അത് പറയണം. ആമി വിശ്വാസത്തിൽ സാഹചര്യം മുഴുവൻ പ്രതികൂലമാകുമ്പോഴോ നിന്റെ വിശ്വാസം കെട്ടുപോകുന്നില്ലെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദൂതനിറങ്ങും. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദൂതനിറങ്ങും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് അറിയി, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി ഉണ്ട്. അതിൽ വിശ്വാസത്തിൽ മടുത്തു പോകല്, വിശ്വാസത്തിൽ നീ വളരുന്നവരായി മാറും. ഹല്ലേലൂയ. കൊച്ചിനെ പിടിച്ച് കയ്യും കാലുമെല്ലാം കെട്ടി അപ്പൻ വാളെടുത്ത് കുഞ്ഞിനെ അറക്കാനെടുക്കുമ്പോൾ യഹോവയുടെ ദൂതൻ ആകാശത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നീ ബാലൻ. അബ്രഹാമിനോട് പറയുക, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യല്ലേ.
നീ ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നതാ. 15-ാമത്തെ വാക്യം പറയുന്നുണ്ടോ, യഹോവയുടെ ദൂതൻ രണ്ടാമതും. ഇന്ന് പകലിൽ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി ദൂതൻ രണ്ടാമത് വരും. ഇന്ന് പകൽക്കാലം പറഞ്ഞു, ദൈവസന്നിധി വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നീ ദൈവസന്നിധി നടപ്പ് കറക്റ്റാക്കാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പിന്നെ ഇറങ്ങാൻ പോകുക. അബ്രഹാമിനോട് കൊച്ചിനെ കൈകാലം വെക്കരുത്, കത്തി വെക്കരുതൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് രണ്ടാമത് വന്നിട്ട് പറയുക. 15-ാമത്തെ വാക്യം പറയുക, യഹോവയുടെ ദൂതൻ രണ്ടാമത് ആകാശത്തിൽ നിന്ന് അബ്രഹാമിനോട് വിളിച്ചറിയിച്ച്, നീ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയായിക്കോ. ഇന്ന് കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത്, ഇന്നലെ വരെ കണ്ടതല്ല നിന്റെ മേൽ ദൈവം ചെയ്യാൻ പോകുന്നത്, ഇന്നലെ വരെ കണ്ട അവസ്ഥയല്ല. ഇന്ന് പകൽ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് വിശ്വാസത്തിൽ നിൽക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ ഭവനത്തിൽ വരാൻ പോകുന്നത് ഒരു അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഐശ്വര്യമായി നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണത്തെ കൈവശമാക്കും. എന്നിട്ട് പറയുക, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. മറിയോട് പറഞ്ഞ വാക്ക് ഇത് തന്നെയാ. മറിയ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നതിൻ്റെ സന്തതി മുഖാന്തരം. എന്നിട്ട് ഒരു വാക്കുകൂടെ പറയാം, ആമീ എന്നിട്ട് പറയാ. 18-ാമത്തെ വാക്യം വായിച്ചേ. 18 നീ എൻ്റെ വാക്ക്, അത് തന്നെ വായിച്ചു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ. ദൈവം പറഞ്ഞു എന്നെ കൂടെ അനുഗ്രഹിക്കാമെന്ന്. ഇവിടേക്ക് ഞാൻ കടന്നു വരുന്നത്. അബ്രഹാം വിശ്വാസത്താൽ അത്ഭുതം കണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിശ്വാസത്തെ നിൽക്കാൻ റെഡിയാണ്. ഈ അത്ഭുതം എനിക്ക് വരും. എത്ര പേർ ആമീൻ പറയാൻ റെഡിയാകുന്നുണ്ട്? ഈ അത്ഭുതം എനിക്കും എൻ്റെ തലമുറയ്ക്കും വന്നു ചേരുമെന്ന് എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ഇവിടെ ദൈവം ഒരു ഉടമ്പടി വെച്ചിട്ട് പറയുക. ഇവിടെ പറയും, നീ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ. ദൈവം പറയുക, ദൈവം പറയുക, ഞാൻ ഇവനെ വിളിച്ചത് അനുഗ്രഹിക്കാൻ തന്നെയാ. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? ആമീൻ. ഇതിനകത്ത് ഞാനുണ്ടെന്ന് എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഈ അനുഗ്രഹത്തിനകത്ത് ഞാൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഗലാത്യ ലേഖനം കൊണ്ട് എടുത്തേ. ഗലാത്യ ലേഖനം പെട്ടെന്ന് എടുത്തോ, സമയത്തിന് കുറവ് വരുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഗലാത്യർ 3:6. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അപ്പൊ നമ്മൾ ആരിൽ വിശ്വസിക്കാൻ റെഡിയാണ്? ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെങ്കിൽ ആരിൽ വിശ്വസിക്കാൻ റെഡിയാകണം? ദൈവത്തിൽ വിശ്വസിക്കാൻ റെഡിയാക്കുക തന്നെ വാതിൽ തുറക്കും. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അവനെ പോറ്റി പുലർത്താൻ ദൈവം ചെയ്തോളും. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കാൻ അടിസ്ഥാന ദൈവത്തിനിടാമെങ്കിൽ എത്ര വലിയ കാറ്റും കോളും ഉണ്ടായാലും, നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവം വിളിച്ചതാണ് പൗലോസിനെ. പൗലോസ് പടകിൽ യാത്ര ചെയ്യുക, ഭയങ്കര കാറ്റും കോളും വന്നു, പടക് തകരുന്നൊരവസ്ഥയ്ക്കകത്ത് വന്നു. രാത്രിയും പകലും തിരിച്ചറിയത്തില്ല. പൗലോസിനകത്തൊരു ഭയം കയറി. പൗലോസിനകത്ത് ഭയം കയറി. ഇതെല്ലാം ആര് നോക്കിക്കൊണ്ടായിരിക്കുന്നറിയോ? സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ഒട്ടനെ അവിടെ വന്നിട്ട് വെളിപ്പെട്ടിട്ട് പറയുക, പൗലോസേ ഭയപ്പെടണ്ട, നീ നീറോയുടെ മുന്നേ നിൽക്കാനുള്ള. പിടികിട്ടിയോ? ഈ കപ്പൽ തകരും, ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, കാരണം നിനക്ക് തരാൻ പോവാ.
എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് നിന്റെ പടകിനെതിരെ അടിക്കുന്ന കാറ്റ്, ആമേൻ, നിന്റെ പ്രതികൂലമായി വരുന്ന സാഹചര്യത്തെ നിനക്ക് ജയിക്കാൻ പറ്റും. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? ഇന്ന് കാണുന്ന ചിലതിലല്ല നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അപ്പുറം നിനക്കായുള്ള കരുതൽ സ്വർഗം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നീ ചില ഭാരത്തിനകത്തൂടെ പോകുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മോറിയ മലയിലേക്ക് യാഗത്തിലേക്ക് മകനെ കൊണ്ടുപോകുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരാടുകൊറ്റനെയും ആ മലയിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് കണ്ടോണം. ദൈവത്തിന്റെ കരുതൽ നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന്, ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അപ്പൊ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നാൽ. അപ്പൊ നമ്മൾ ആരാ? നാട്ടുകാർ നിങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസിയാന്ന്. പക്ഷെ ഒരു സാധനം മാത്രം വന്നില്ല, അബ്രഹാമിന് അനുഗ്രഹം വന്നില്ല. പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, ഇവിടുത്തെ ചിലപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ചില ബോർഡ് കാണാം, ചങ്ങനാശ്ശേരി. അത് ചങ്ങനാശ്ശേരി എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ചങ്ങനാശ്ശേരിക്ക് പോകാൻ ഉള്ള വഴിയാന്നാ പറഞ്ഞേ. അബ്രഹാം ഒരു വഴിയാ, പിടികിട്ടിയോ? അബ്രഹാം ഒരു വഴിയാ. അബ്രഹാം പോയ പോലെ ഒന്ന് പോകാൻ റെഡിയാകണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വാഹനത്തെ കയറണം, എന്നാലേ ചങ്ങനാശ്ശേരി ചെല്ലത്തുള്ളൂ. ആത്മാവിൻ്റെ നിറവിനകത്ത് പരിശുദ്ധാത്മാവിലൊന്ന് നടക്കണം, അപ്പോഴേ അത്ഭുതം നടക്കത്തുള്ളൂ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്ന സഭാഹോളിനകത്ത് ആമേ കുച്ചിപ്പുടി ഡാൻസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആത്മാവ് വഴി നടത്തിക്കൊണ്ടേ ഇരിക്കണം. ആമേ, ആത്മാവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേൽ ആത്മാവ് വരും. ആമേ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്ക് വന്നപ്പോൾ യോഹന്നാനും പത്രോസോട് 2-3 ഡാൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ഈ മുടന്തനെ പിടിച്ചത്. അങ്ങോട്ട് ചെന്നു, ആത്മാവുള്ളവൻ അങ്ങോട്ട് ചെന്നു. പൊന്നും വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ള നസറേനായ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് മുടന്തന്മാരെ പിടിച്ചപ്പോൾ ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ നിന്റെ പ്രവർത്തിക്കകത്ത്, നിന്റെ വിശ്വാസത്തിനകത്ത് ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും, നിന്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടും. എങ്ങനെയാണെന്നറിയോ? ദൈവ മുന്നേ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു പറഞ്ഞു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. ആരെ വിശ്വസിച്ചവരാ ദൈവം അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞേ? നമ്മൾ ചുമ്മാ അതിനകത്ത് കയറിയിരുന്ന് എന്തിനൊക്കെയോ കയറിയിരുന്ന് കുറെ കയ്യടിയും ബഹളമൊക്കെ വെച്ച് കമ്മിറ്റിയും കൂടി എല്ലാ മാസവും മാംസയോഗമൊക്കെ നടത്തി നമ്മളിങ്ങനെ അങ്ങ് പോവുക. വേറൊന്നുമില്ല, ഒരു സംഭവം നടക്കുന്നില്ല. ഘോര ബഹളവും പ്രാർത്ഥന നടക്കും, ഒരു വിടുതലും നടക്കുന്നില്ല. അകത്തെന്ത് കയറണം? ഈ ദൈവം ആരാണെന്ന് അറിയണം. ഇവ സർവശക്തനായ ദൈവമാണെന്ന് അറിയണം. ഇവൻ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവനാണെന്ന് അറിയണം. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു ശതാധിപൻ വന്നിച്ച് പറഞ്ഞത്, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ആമേ, തിരിച്ചറിഞ്ഞവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ മൂന്നി വന്നിച്ച് പറയുന്നത്, നിക്കോദീമോസ് വന്നിച്ച് പറയുക, നീ ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നവരെന്ന് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അബ്രഹാം വിശ്വസിച്ചത് അവർ നീതിയായി കണക്കിട്ട പോലെ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അപ്പൊ നമ്മൾ ഇവരിലേക്ക് കടന്നു വരണം, വിശ്വാസത്തിൽ കടന്നു വരണം. അമ്മേ, അതിന്റെ 9ാമത്തെ വാക്യം കൊണ്ട് വായിച്ചേ. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പം വിശ്വാസികൾ എങ്ങനാ? വിശ്വാസിയെ കുറിച്ച് പറയൂ. എന്നാ പറഞ്ഞേ? അങ്ങനെ വിശ്വാസികൾ. അതിനകത്തുണ്ടോ നമ്മുടെ പേര് വല്ലതും? ഞായറാഴ്ച രാവിലെ എഴുന്നിട്ടോ ഇന്ന് പോകണോ? ഇന്ന് പോകണ്ട, ഇന്നൊന്നുകൂടെ പോയാലോ? പോയേക്കാം. ഇന്നാ നീ പോയി കുളി, ഇപ്പം ഇവിടെ ആരാധന തുടങ്ങി. പിന്നെ കുളി തുടങ്ങുന്നു. 9:30 ആരാധന തുടങ്ങുമ്പോൾ അവിടെ കുളി തുടങ്ങിയേ ഉള്ളൂ.
തലയും കുമ്പിട്ടൊക്കെ നിന്നേക്കും. ദൈവദാസനെ വല്ല ആലോചനയുണ്ട് എന്നാ പറയാൻ? വല്ല ബ്രോക്കറായിരുന്നു പിന്നെ കല്യാണാലോചനയിൽ നടത്തായിരുന്നു. വല്ല ആലോചനയുണ്ട്. എന്താ ആലോചനയാണ്? അകത്തൊരു വിത്ത് വീണാൽ അത് കിളുക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണി ധാന്യത്തിന് ഏറ്റവും ചെറുതെങ്കിലും അത് വീഴപ്പെട്ട മണ്ണിനകത്ത് വീണാൽ എത്ര വലിയ കട്ടകളതിൻ്റെ മുകളിൽ വെച്ചാലും ഒരു നാളി അതിനെ തറഞ്ഞ് പുറത്തു വരും. അകത്തൊരു വിശ്വാസം നിന്റെ അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിലൊരു വിശ്വാസം നിന്റെ അടിസ്ഥാനം വിട്ടിട്ടുണ്ടെങ്കിൽ, എത്രയെല്ലാം ഭാരങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ചാലും നിന്റെ തളർപ്പിനെ പുറത്തു കൊണ്ടിരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചോണം. ഇന്ന് നീ ചെറുതെങ്കിലും, നീ കുലത്തിൽ ചെറുതെങ്കിലും, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ വളർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം. ഇന്ന് നാട്ടുകാർ നിന്നെ നോക്കി എന്തെല്ലാം പഴികൾ പറഞ്ഞാലും ഒരു നാൾ നിന്നെ നോക്കി പറയാൻ ഒരു കാലം വരും. ഇന്ന് പകൽക്കാലം പറയുക. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, കൂട്ടുകാരി പരമായി ആനന്ദ തൈലത്താൽ ഞാൻ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് പകൽ വിശ്വാസത്തോടെ എടുക്കുന്നുണ്ട്? അബ്രഹാം വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ ഓടുന്നത് വൃഥായല്ലെങ്കിൽ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃഥായല്ലെങ്കിൽ, ഇന്ന് ദൈവത്തിലുള്ള വിശ്വാസം, ഒറ്റ നെഗറ്റീവ് വാക്ക് നിങ്ങളുടെ അകത്തുനിന്ന് പറയരുത്. നിങ്ങളുടെ അകത്തുനിന്നൊരു വിശ്വാസത്തിനെതിരെ ഒരു വാക്ക് പോലും പറയരുത്. അബ്രഹാം ദൈവത്തെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യല്ല. നമ്മളെ വിളിച്ച് ദൈവം അനുഗ്രഹിക്കാനാണെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തം അനുഗ്രഹത്തിലേക്കാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹത്തിലേക്കാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ്, അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറുവീൻ. ദോഷത്തിന് ദോഷവും സഹാരത്തിന് സഹാരവും പകരം കൊടുക്കാതെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറണം. ഈ പകലിൽ ഞാനിത് പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകണം. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടാകണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ദൈവത്തിൻ്റെ വിശ്വാസം, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടിട്ടോ, പെന്തിക്കോസ്ത് സഭയോട് കൂടി നടന്നിട്ടോ, അപ്പം പാസ്റ്ററായതുകൊണ്ട് മകൻ ഇറങ്ങിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇത് രക്ഷ സെപ്പറേറ്റാ, അനുഗ്രഹം സെപ്പറേറ്റാ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഒരുവൻ നിന്നാൽ അവൻ്റെ കരം പിടിച്ച് ദൈവം തമ്പുരാൻ ഉയർത്തും. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ദൈവത്തിനൊരു കാര്യമേ പറയുള്ളൂ. പത്രോസ് പടകിലിരിക്കുമ്പോൾ ഭയങ്കര തിരമാല അടിക്കും. തിരമാലയുടെ മുകളിൽ നിൽക്കുന്ന പത്രോസ് ചോദിച്ചു, കർത്താവ് നീയാണെങ്കിൽ ഞാനും വരട്ടെ. ഏത് പ്രതിസന്ധിയിലാണ് കർത്താവിന് ഒന്നേ പറയുള്ളൂ, വരിക. ഇന്ന് പകൽക്കാലം പറഞ്ഞു, ദൈവസന്നിധിയിലേക്ക് പ്രതിസന്ധിയുടെ മുന്നിൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ, വിശ്വാസത്തിൽ അവൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലൊഴിഞ്ഞു നീയും നിൻ്റെ തലമുറയും അനുഗ്രഹത്തോടെ വരും. അഥവാ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കാം. ഇന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കണം. താളമേളങ്ങളിലകത്തല്ല, ബഹളങ്ങളിൽ ഒന്നിലുമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം. ദൈവ ശബ്ദം കേൾക്കുന്നവരായി മാറണം. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി മാറണം. ആമേൻ. ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുന്നവരാകണം. ദൈവാത്മാവ് ശബ്ദം കേൾക്കണം. ദൈവത്തിൻ്റെ മുഴക്കമുള്ള ശബ്ദം നമ്മുടെ കാതുകളിൽ വേണം. പെരുവെള്ളത്തിൻ്റെ ഇരച്ച് പോലെ അബ്രഹാം കേട്ടെങ്കിൽ, ആ കേട്ട ശബ്ദത്തിനൊത്തവണ്ണം അബ്രഹാം ജീവിക്കാൻ റെഡിയായെങ്കിൽ, ഇന്ന് പകലിൽ അനുഗ്രഹത്തെ തടയുന്നത് നമ്മുടെ നെഗറ്റീവ് വാക്കുകളായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത് നെഗറ്റീവ് വാക്കുകളാണ്. ദൈവത്തോട് നമ്മൾ മറുതലിപ്പ് സംസാരിക്കുക. ദൈവത്തോട് നമ്മൾ മറുതലിപ്പുണ്ടാകല്ലേ. ദൈവസന്നിധി വിശ്വസ്തനാകണം. എന്ത് ചെയ്താലും ക്രിസ്തുവിനെന്ന പോലെ ചെയ്യുന്നവരാകണം. കണക്ക് പുസ്തകം നോക്കുന്നതല്ല, ജീവൻ്റെ പുസ്തകമുണ്ട്. അവിടെ എല്ലാത്തിനും പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചെന്ന് പ്രാർത്ഥിച്ചേ. വരുന്ന ആഴ്ചയുള്ള ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളാരാകണം? പ്രാർത്ഥിക്കുന്ന ദൈവസഭ, പ്രാർത്ഥിക്കുന്ന ഇടയൻ
ഇതൊക്കെ വരും കാലങ്ങളിൽ എടുക്കും. നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയണം, ദൈവസന്നിധിയിൽ ഒന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കുകയും വിശ്വസ്തതയിൽ നിലനിൽക്കുകയും ചെയ്യണം. വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഉറച്ചു നിൽക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ വരുന്നത്. വാതിൽ നമ്മളായി അടയ്ക്കല്ലേ. നോഹയ്ക്ക് വേണ്ടി ദൈവം വാതിലിനെ തുറന്നു കൊടുക്കുകയായിരുന്നു. ദൈവം സംരക്ഷിച്ച നോഹയെ നോക്കിയാൽ നോഹയുടെ വാതിലിനെ അടച്ചതും ദൈവം തന്നെ, തുറന്നതും ദൈവം തന്നെ. അതുകൊണ്ട് ബൈബിൾ പറയും, നീ അകത്തു പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ മേച്ചിൽ കണ്ടെത്തും. ദൈവം നിന്നെ വിളിച്ച അനുഗ്രഹത്തിലേക്കാണ്. ദരിദ്രന്മാർക്ക് വാരിക്കൊടുക്കാം. പഴയ നിയമം പറയുന്നത് വായ്പ വാങ്ങുന്നതല്ല, വായ്പ കൊടുക്കുന്നവനായി തീരും. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വ്യക്തികൾ വരണം. അതുകൊണ്ട് ഗലാത്യ ലേഖനക്കാരൻ പറയാം, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകല്ലേ. അബ്രഹാം നന്മ ചെയ്യുന്നവനായിരുന്നു. നമ്മുടെ വിശ്വാസത്തിൽ വളരണം. നമ്മുടെ ഒരു പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ വളരണം. നമ്മുടെ തലമുറകളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കണം. ലോകത്തിലേക്കല്ല തലമുറ വിട്ടുകൊടുക്കേണ്ടത്, ദൈവത്തിലേക്ക് കൊടുക്കണം. ദൈവത്തിന് മനസ്സലിയും. പക്ഷേ നിങ്ങളുടെ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഹാനോക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ആയുസ്സിനെ നീട്ടിത്തരുന്നത് ദൈവമാണ്. വഴികൾ തുറക്കുന്നത് ദൈവമാണ്. സൗഖ്യമാക്കുന്നതും വിടുവിക്കുന്നതും ദൈവമാണ്. ഈ പകൽ അങ്ങനെ തിരിച്ചറിഞ്ഞേ, പൂർണ്ണത ദൈവത്തിൽ വെച്ചാൽ ദൈവം തമ്പുരാൻ ആ വാതിൽ തുറന്നു വരും. ഒരുത്തൻ വിശ്വസിച്ച് നിൽക്കാൻ തുടങ്ങിയാൽ ദൈവം അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഒറ്റ വാക്ക് നെഗറ്റീവ് പറയില്ലേ. ഞാനിങ്ങനൊക്കെ ആയിപ്പോവും, എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരും, ഇതൊന്നും പറയുവാനല്ല. അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ വിളിക്കും. ബൈബിൾ പറയുന്നുണ്ട്, അവരിൽ ബലഹീനന്മാർ ആരും തന്നെ ഇല്ലായിരുന്നു. ഇന്ന് അതുപോലെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിശ്വാസത്തിലാകണം. നിങ്ങൾ കേൾക്കുന്ന പ്രവചനം പോലും നിങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. ദൈവം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സകല നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ വാക്കുകൾ നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വാതിൽ എങ്ങനെ തുറക്കുമെന്ന് തോന്നല്ലേ, ദൈവം തുറന്നു വരും. എൻ്റെ ഭാവി എന്തായിത്തീരും ചിന്തിക്കല്ലേ, ദൈവം തുറന്നു വരും. ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റും. ഞാൻ കിടക്കുവാനുള്ളതല്ല, ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള. ചിലപ്പോൾ 38 ആണ്ട് ചിലപ്പോൾ കുളക്കടവി കിടന്ന് കാണും. ദൂതൻ വന്നപ്പോൾ ചിലപ്പം സൗഖ്യമായെന്ന് വന്നില്ലായിരിക്കാം. പക്ഷേ യേശു കർത്താവ് സൗഖ്യമാക്കും. അത് വിശ്വാസത്താൽ കണ്ടു തുടങ്ങണം. ഇന്ന് പകൽ ഇന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്തേ, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചേ. കർത്താവ് ഇന്ന് പകലിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുകയാണ്. ഈ മാർച്ച് 17 ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകലാണെങ്കിൽ അതെനിക്കുള്ള ദിവസമെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ മാർച്ച് 17 ദൈവത്തിൻ്റെ ചലനമുണ്ടാകുന്ന ദിവസമാണെങ്കിൽ, ഇന്നലെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു മാർച്ച് 16, 17, 18 3 ദിവസം കൊണ്ട് ചില അത്ഭുതവാതിലുകൾ തുറക്കുമെന്ന്. ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതെന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുത കരത്താൽ ഈ പകൽ ഒരു അത്ഭുതം നടന്നെന്ന് വിശ്വസിക്കുക. മറുതലിപ്പില്ലാതെ ദൈവത്തെ വിശ്വസിച്ചാൽ അത്ഭുതകരമായ വാതിൽ തുറക്കും. മറിയ വിശ്വസിച്ചതുപോലെ
ഇന്ന് പകൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കാൻ റെഡിയാകുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് വിശ്വാസത്തിൽ വളരണം, ആത്മാവിൻ്റെ നിറവിൽ വളരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം ഞങ്ങളോട് മേൽ അത് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക മേഖലകളിൽ ശൂന്യമായിരിക്കുന്ന അവസ്ഥകളിലുള്ളവരുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥകളിലുള്ളവരുണ്ട്. ഭവനത്തിൻ്റെ വരുമാന മാർഗങ്ങൾ നിന്നുപോയവരുണ്ട്. തലമുറയുടെ വിവാഹത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. തലമുറയുടെ ജോലികൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, രോഗികളായിരിക്കുന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുക. കർത്താവ് വഴിയും വാതിലും തുറന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.